പലരുടെയും മനസ്സിൽ ഒരു വിചാരമുണ്ട്, ധർമ്മഗ്രന്ഥങ്ങൾ ധാരാളം പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് മുക്തി മോക്ഷം ലഭിക്കും എന്ന് പറഞ്ഞിട്ട്, സമാധാനം ലഭിക്കും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇത് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് നമ്മൾക്കുള്ള വഴിയാണ്. അതായത് ഈ വഴിയിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുക്തി നിങ്ങൾക്ക് ലഭിക്കും, സന്തോഷം ലഭിക്കും, സമാധാനം ലഭിക്കും എന്ന് പറയുകയാണ് ഈ പുസ്തകങ്ങൾ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നു. പക്ഷേ നിങ്ങൾ ആ വഴിയിലൂടെ നടക്കുന്നില്ല എങ്കിൽ ആ പുസ്തകം വായന കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഉദാഹരണത്തിന് ഗീതയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം അതാകാൻ എന്തൊക്കെ ചെയ്യണം എന്നല്ല. പക്ഷേ ഗീത മാത്രം വായിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ അഭ്യാസം ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾക്കതിൻ്റെ ഗുണം കിട്ടില്ല. ഉദാഹരണമായിട്ട് നമ്മൾക്ക് ഇവിടെ നിന്ന് ഡൽഹി വരെ പോകണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഡൽഹി വരെയുള്ള റൂട്ട് നമ്മൾ മുഴുവനും മനസ്സിലാക്കി, എങ്ങനെ പോകണം എന്നെല്ലാം മനസ്സിലാക്കി. പക്ഷേ നമ്മൾ യാത്ര ചെയ്തിട്ടില്ല എങ്കിൽ ഒരിക്കലും ഡൽഹിയിലെത്തില്ല. അതേപോലെ തന്നെ നമ്മൾ മുക്തി മോക്ഷത്തിനെക്കുറിച്ച് പഠിച്ചു, അതിൻ്റെ വഴികളെക്കുറിച്ച് പഠിച്ചു, പക്ഷേ അഭ്യസിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ലക്ഷ്യസ്ഥാനത്തെത്തില്ല. നമ്മൾ നിന്നിടത്ത് തന്നെ നിൽക്കും. അത് കാരണം ഇത് മാത്രം പോരാ, അഭ്യാസം കൂടി വേണം എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക.